അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മോഷൻ ഇൻ എ പ്ലെയിൻ, അതിന് എക്സാമ്പിളായ ഒരു മോഷൻ ആയിരുന്നു അല്ലേ, പ്രൊജക്റ്റൈൽ മോഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ എക്സാമ്പിളാണ് യൂണിഫോം സർക്കുലാർ മോഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ഈ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന്. അപ്പോൾ എഴുതി വെച്ചോളൂ. ഇഫ് എ ബോഡി മൂവ്സ് അലോങ് എ സർക്കുലാർ പാത്ത് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം യൂണിഫോം സർക്കുലാർ മോഷനിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബ്രാക്കറ്റിൽ ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് അലോങ് ദി സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ദെൻ ദിസ് മോഷൻ ഈസ് കോൾഡ് എന്താണ് യൂണിഫോം സർക്കുലാർ മോഷൻ. ഒന്നുമില്ല, ഒരു സർക്കുലാർ പാത്തിൽ ഒരു ഒബ്ജക്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എഴുതി വെക്കാം. യൂണിഫോം സർക്കുലാർ മോഷൻ ഒരു എക്സാമ്പിൾ എഴുതി വെച്ചോളൂ. മോഷൻ ഓഫ് ടിപ്പ് ഓഫ് ദി സെക്കൻഡ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്. ഒരു ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ മോഷൻ എന്തിന് ഉദാഹരണമാണ്? യൂണിഫോം സർക്കുലാർ മോഷന് ഉദാഹരണമാണ്. അപ്പോൾ യൂണിഫോം സർക്കുലാർ മോഷനിൽ കോൺസ്റ്റൻറ്റ് സ്പീഡാണ് ഞാൻ പറഞ്ഞു. പക്ഷേ അവിടെ നമ്മൾ വെലോസിറ്റിയുടെ കാര്യം നോക്കുമ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കാണാൻ കഴിയും. അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആനിമേഷൻ ശ്രദ്ധിക്കാം. നോക്കൂ, ഇതൊരു ഒബ്ജക്റ്റാണ്. അപ്പോൾ അത് സർക്കുലാർ പാത്തിലായതുകൊണ്ട് എന്തുണ്ടാവും, ഒരു സെൻറ്റർ ഉണ്ടാവുമല്ലോ. ആ സെൻറ്ററിൽ നിന്ന് ഈ ബോഡിയിലേക്കുള്ള ഡിസ്റ്റൻസിനെ ഞാനിവിടെ R എന്ന് എടുത്തിരിക്കുന്നു, റേഡിയസ്. ഈ വരച്ചിരിക്കുന്നതാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ഒരു ഇൻസ്റ്റൻറ്റിൽ സർക്കുലാർ പാത്തിലുള്ള ഒരു ബോഡിയുടെ വെലോസിറ്റിയുടെ പ്രത്യേകത, അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ആയിരിക്കും, നമുക്കറിയാം. അപ്പോൾ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കണ്ടോ? അപ്പോൾ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു യൂണിഫോം സർക്കുലാർ മോഷനിലാണെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ ബോഡി ഇവിടെ എത്തും. അപ്പോൾ നോക്കൂ, നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്ന വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇപ്പോൾ ഇങ്ങോട്ട് മാറി അല്ലേ. നേരത്തെ നമുക്ക് ബോഡി ഇവിടെ ആയിരുന്നപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇങ്ങനെ പോകേണ്ട വെലോസിറ്റി ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തു. ഇനിയോ ഇവിടെയാണെങ്കിൽ ഇങ്ങനെ പോകേണ്ടിയിരുന്ന വെലോസിറ്റി, നേരത്തെ എങ്ങനെയായിരുന്നു ആ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടായിരുന്ന വെലോസിറ്റിയുടെ ഡയറക്ഷൻ, അത് വീണ്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഓരോ പൊസിഷനിലും നോക്കിയാൽ മനസ്സിലാവും, കണ്ടിന്യൂസ് ആയിട്ട് സെൻറ്ററിലേക്ക് വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ ഒന്നും കൂടെ ഇതിൻ്റെ മോഷൻ കാണാം. വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കൂ. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്പെഷ്യൽ നോട്ട് എഴുതി വെക്കാം. യൂണിഫോം സർക്കുലാർ മോഷൻ ഈസ് ആൻ ആക്സലറേറ്റഡ് മോഷൻ. അപ്പോൾ കുട്ടികളുടെ ഡൗട്ട്, യൂണിഫോം സർക്കുലാർ മോഷനിൽ സ്പീഡ് മാറുന്നില്ലല്ലോ. എന്നാൽ സ്പീഡ് മാറുന്നില്ല, പക്ഷെ എന്ത് മാറുന്നുണ്ട്? വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നുണ്ട്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല കേട്ടോ. കാരണം യൂണിഫോം സർക്കുലാർ മോഷനിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഇപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡിലാണ് ഈ ബോഡി കറങ്ങിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് 5 മീറ്റർ പെർ സെക്കൻഡിൽ തന്നെ എല്ലാ സമയത്തും കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടതുപോലെ അതിൻ്റെ ഡയറക്ഷൻ, വെലോസിറ്റി ഒരു വെക്ടറാണ്. വെലോസിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ 2 കണ്ടീഷനാണുള്ളത്. ഒന്ന്, മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താൽ വെലോസിറ്റി മാറി. ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ വെലോസിറ്റി മാറി. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൂടി ചേഞ്ച് ചെയ്താലും വെലോസിറ്റി മാറി. ഇവിടെ എന്താണ് കണ്ടീഷൻ? ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാറിയിട്ടില്ല, കാരണം യൂണിഫോം സർക്കുലാർ മോഷനിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി മാറുന്നില്ല, പക്ഷെ അതിൻ്റെ ഡയറക്ഷൻ, കാരണം എഴുതി വെച്ചോളൂ, ബിക്കോസ് ദി വെലോസിറ്റി ഓഫ് ദ ബോഡി ചേഞ്ചസ് ഡ്യൂ ടു കണ്ടിന്യൂസ് ചേഞ്ച് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ബോഡി. അപ്പോൾ വെലോസിറ്റി മാറുന്നുണ്ട്. എന്ത് മാറുന്നുണ്ട്? അത് പ്രത്യേകം നിങ്ങൾ എഴുതി വെക്കണം. ഇവിടെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല, ബട്ട് ഡയറക്ഷൻ മാറുന്നുണ്ട്. അപ്പോൾ എക്സാമിന് ചോദിച്ചൊരു ചോദ്യം എങ്ങനെയായിരുന്നു? യൂണിഫോം സർക്കുലാർ മോഷൻ ഈസ് ആൻ ആക്സിലറേറ്റഡ് മോഷൻ, വൈ? അതിൻ്റെ റീസണാണ് നിങ്ങളിപ്പോൾ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞു വെലോസിറ്റി, ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ സർക്കുലാർ പാത്തിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ, ഏതിൻ്റെ ഡയറക്ഷൻ? വെലോസിറ്റിയുടെ ഡയറക്ഷൻ സെൻറ്ററിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എഴുതി വെച്ചോളൂ, ഈ ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ ആക്സിലറേഷൻ ഒരു ഡയറക്ഷൻ ഉണ്ടാവുമല്ലോ, ബിക്കോസ് ആക്സിലറേഷൻ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി.
അപ്പോൾ എഴുതിയ ദിസ് ആക്സിലറേഷൻ ഈസ് ഡയറക്റ്റഡ് അലോങ് ദി റേഡിയസ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദി സർക്കുലർ പാത്ത് കോൾഡ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. മലയാളം മീഡിയത്തിലെ കുട്ടികൾ ഇതിന് അഭികേന്ദ്ര ത്വരണം എന്നാണ് പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെക്കേണ്ട മറ്റൊരു പോയിൻ്റാണ്, ഒരു ബോഡി യൂണിഫോം സർക്കുലാർ പാത്തിലാണെങ്കിൽ സെൻറ്ററിലേക്ക് അല്ലെങ്കിൽ ആ ബോഡിയുടെ സർക്കുലാർ പാത്തിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. ആ ആക്സിലറേഷൻ്റെ പേരാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. ഈ സെൻട്രിപിറ്റൽ ആക്സിലറേഷന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാനാണ് ഇനി നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് സം ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റഡ് ടു സർക്കുലാർ മോഷൻ ഡിസ്കസ് ചെയ്യാം. എഴുതിക്കോളൂ സൈഡ് ഹെഡിങ് ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റഡ് ടു സർക്കുലാർ മോഷൻ. 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു ഒബ്ജക്റ്റ് സർക്കുലാർ പാത്തിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അത് യൂണിഫോം ആണെങ്കിലും നോൺ യൂണിഫോം ആണെങ്കിലും ഞാനിപ്പോൾ വരച്ചിട്ടുള്ളത് സർക്കുലാർ പാത്താണ്. ഈ സെൻറ്ററിൽ നിന്നും നമുക്കറിയാം, ചിലപ്പോൾ ഒബ്ജക്റ്റ് ഞാനിപ്പോൾ വരച്ച P1 എന്ന പോയിന്റിലാണെങ്കിൽ ഇതാണ് O എന്ന പോയിന്റിൽ നിന്ന് ഞാൻ വരച്ചിരിക്കുന്ന ഈ റേഡിയസ്, ഈ ഒബ്ജക്റ്റ് P2 എന്ന പോയിന്റിൽ എത്തുമ്പോൾ റേഡിയസ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ ആംഗിൾ, ഇതിൻ്റെ പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എഴുതി വെച്ചോളൂ, ഇറ്റ് ഈസ് ദ ആംഗിൾ സ്വെപ്റ്റ് ഔട്ട് ബൈ ദ റേഡിയസ് വെക്റ്റർ ഓഫ് എ ബോഡി മൂവിങ് ഇൻ സർക്കുലാർ പാത്ത് ഇൻ എ ഗിവൺ ടൈം ഇൻ്റർവെൽ. അപ്പോൾ ഒരു പ്രത്യേക സമയം കൊണ്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ സർക്കുലാർ പാത്തിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ റേഡിയസ് വെക്റ്റർ, നമുക്കറിയാലോ റേഡിയസ് വെക്റ്റർ എന്ന് വെച്ചാൽ എന്താണ്, ഓയിൽ നിന്നും പിയിലേക്ക് വരയ്ക്കുന്ന ഇതാണ്. ഈ റേഡിയസ് വെക്റ്റർ സ്വെപ്റ്റ് ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വീപ്പ് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വിളിക്കുക. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിനെ സാധാരണ നമ്മൾ തീറ്റ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. അതും കൂടി നിങ്ങൾ എഴുതി വെക്കണേ. നമുക്കറിയാം P1 to P2 ഉള്ള ആർക്കിന് പകരം നമുക്ക് എക്സ് എന്ന് വിളിക്കാം. റേഡിയസ് 6, അതുപോലെ ആംഗിൾ തീറ്റയാണെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ഇക്വേഷൻ എഴുതി വെച്ചോളൂ. തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് അല്ലേ, x/r. നമ്മളിത് ഫസ്റ്റ് ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ പ്ലെയിൻ ആംഗിൾ, അത് തന്നെയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 പോയിൻറ്റും കൂടെ നോക്കാം. എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ SI യൂണിറ്റ്? നമുക്ക് ഓൾറെഡി അറിയാലോ, റേഡിയൻ ആണ്. റേഡിയൻ എന്നോ അല്ലെങ്കിൽ റാഡ് എന്നോ നമുക്ക് ഇതിൻ്റെ SI യൂണിറ്റ് എഴുതാം. അടുത്ത പോയിൻ്റാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എൻ ആക്സിയൽ വെക്റ്റർ. ഒരു കണ്ടീഷൻ ഉണ്ട് അതിന്, ഫോർ വെരി സ്മോൾ ആംഗിൾ ആണ്. ഫോർ വെരി സ്മോൾ ആംഗിൾ, വളരെ ചെറിയ ആംഗിളിൽ മാത്രമേ ഇത് ഒരു വെക്ടറായിട്ട് പരിഗണിക്കൂ, അല്ലാത്ത സമയത്ത് ഇതൊരു വെക്ടർ അല്ല. അപ്പോൾ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്, നമുക്കതിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മൾ എഴുതി വെക്കേണ്ടത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എൻ ആക്സിയൽ വെക്ടറാണ്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വളരെ ചെറുതാവുമ്പോൾ മാത്രം. അടുത്ത ടേമാണ് ആംഗുലാർ വെലോസിറ്റി. നമ്മളിതിനെ ഒമേഗ എന്ന ലെറ്റർ കൊണ്ടാണ്, ഇത് W എന്ന് വായിക്കരുത്, ഒമേഗ എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മളിത് സൂചിപ്പിക്കുക. ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് കോൾഡ് ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ നമുക്കതിൻ്റെ ഇക്വേഷൻ എഴുതി വെക്കാം. ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം വെലോസിറ്റി എന്ന ലീനിയർ വെലോസിറ്റി എന്തായിരുന്നു, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എന്നാൽ ഇത് നേരെ ആംഗിളിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കുലാർ മോഷനിൽ വരുമ്പം ലീനിയർ വെലോസിറ്റിയുടെ റൊട്ടേഷണൽ ഇക്വലൻ്റ് ഓഫ് ലീനിയർ വെലോസിറ്റിയാണ് ഈ ആംഗുലാർ വെലോസിറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം d(θ/dt). നമുക്ക് ഓൾറെഡി അറിയാലോ തീറ്റക്ക് എന്താണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. തീറ്റക്ക് നമുക്ക് തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് നമ്മളിപ്പം പഠിച്ചിട്ടുള്ളൂ തൊട്ട് മുമ്പേ. അപ്പോൾ നമുക്കിവിടെ കൊടുക്കാം ആർക്ക് ബൈ റേഡിയസ്. ഇവിടെ r കോൺസ്റ്റൻ്റ് ആണ്, നമുക്കത് പുറത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 1/r × dx/dt. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ഇവിടെ കിട്ടി. 1/r × എന്താണ് dx/dt, ഞാൻ നേരത്തെ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് v. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരു റിലേഷനും കൂടി കിട്ടുകയാണ് ബിറ്റ്വീൻ ആംഗുലാർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി. എന്താണത്? ഒന്നെങ്കിൽ നമുക്ക് ഒമേഗ ഈസ് ഈക്വൽ ടു v/r എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ v ഈസ് ഈക്വൽ ടു r ഒമേഗ. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ
ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റിനെ കുറിച്ചുള്ള അടുത്ത പോയിന്റ് എഴുതി വെക്കുക. SI യൂണിറ്റ് ഓഫ് ആംഗുലാർ വെലോസിറ്റി ഈസ് rad per second. കാരണം എന്താ? ഒമേഗ ഇസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് റേഡിയൻ ആണ്, ടൈം സെക്കൻഡാണ്. അപ്പോൾ റാഡ് പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ SI യൂണിറ്റ്. നമുക്കത് ചുരുക്കി റാഡ് ബൈ എസ് എന്നും അല്ലെങ്കിൽ റാഡ് സെക്കൻഡ് റേസ് ടു -1 എന്നൊക്കെ എഴുതാം. അടുത്ത പോയിന്റ്, ഈ ആംഗുലാർ വെലോസിറ്റിയും എന്താണ്? ഒരു ആക്സിയൽ വെക്ടറാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ടേമാണ് ആംഗുലാർ ആക്സിലറേഷൻ. ഇതിനെ നമ്മൾ സാധാരണ ആൽഫ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. എന്താണ് ആംഗുലാർ ആക്സിലറേഷൻ? നോക്കൂ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ഈസ് കോൾഡ് ആംഗുലാർ ആക്സിലറേഷൻ. നമുക്ക് അറിയാവുന്നൊരു കാര്യം, ലീനിയർ ആക്സിലറേഷൻ A ഇസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം അല്ലേ? എന്നാൽ ഇവിടെ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റിയാണ്. ഇവിടെ ലീനിയർ വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ വെലോസിറ്റി dv/dt ആണ് നമുക്ക് ആക്സിലറേഷൻ അല്ലെങ്കിൽ ലീനിയർ ആക്സിലറേഷൻ എന്ന് അറിയാം. എന്നാൽ ഇവിടെ നമുക്ക് ആൽഫ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ വെലോസിറ്റി അല്ല, ആംഗുലാർ വെലോസിറ്റിയാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആൽഫനെ എങ്ങനെ എഴുതിക്കൂടെ? d/dt ഓഫ് ഒമേഗയെ നമുക്ക് എന്തെഴുതാം? തൊട്ടുമുമ്പ് നമ്മൾ ഒമേഗയെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തായിരുന്നു അത്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ അല്ലെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു v/r എന്ന് നമ്മളിപ്പോൾ തൊട്ടുമുമ്പ് പഠിച്ചില്ലേ? അപ്പോൾ ഇത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? v/r എന്ന് കിട്ടും അല്ലേ? അപ്പോൾ അതെന്താ കിട്ടുക നോക്കൂ? 1/r. r കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 1/r ഇൻറ്റു dv/dt. വീണ്ടും സർപ്രൈസ്, dv/dt എന്താ നോക്കൂ? ആക്സിലറേഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി വെക്കാം, ആൽഫ ഇസ് ഈക്വൽ ടു 1/r ഇൻറ്റു a. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു റിലേഷൻ കിട്ടി. ലീനിയർ ആക്സിലറേഷനും ആംഗുലാർ ആക്സിലറേഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അതാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. a ഇസ് ഈക്വൽ ടു r ആൽഫ. നിങ്ങൾ ആൽഫ ഇസ് ഈക്വൽ ടു a/r എന്ന് എഴുതിയാലും അത് ശരിയാണ്. ഇനി വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ആംഗുലാർ ആക്സിലറേഷൻ? SI യൂണിറ്റ് എഴുതി വെച്ചോളൂ, റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എന്താ കാരണം? നോക്കൂ, ആൽഫ ഇസ് ഈക്വൽ ടു d/dt ആണ്. ഒമേഗയുടെ ഓൾറെഡി നമുക്കറിയാം റാഡ് പെർ സെക്കൻഡ് ആണ്. ഡിവൈഡഡ് ബൈ ഒരു ടൈമും കൂടി ഇല്ലേ, ഒരു സെക്കൻഡും കൂടി വരും. ശരിക്കും ഇത് second/1 എന്നാണ്. 1 മുകളിൽ പോവും. അപ്പോൾ റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. അടുത്ത പോയിന്റ്, ആംഗുലാർ ആക്സിലറേഷൻ ഈസ് എൻ ആക്സിയൽ വെക്റ്റർ. അപ്പോൾ ഈ 3 ടേമുകൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഏതൊക്കെയാണത്? ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റും ലീനിയർ വെലോസിറ്റിയും ലീനിയർ ആക്സിലറേഷനും തമ്മിൽ ഇവർ തമ്മിൽ എന്താണ് റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താണ് അത്? വിത്ത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലാർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ. ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം r. ഇങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 3 ഇമ്പോർട്ടൻ്റ് ടേംസ് ഓഫ് സർക്കുലർ മോഷൻ മറന്നു പോവില്ല. അതുകൊണ്ട് ഇത് പ്രത്യേകം ഒന്ന് സൈഡിൽ എഴുതി വെക്കണേ.